വിദഗ്ധ സമിതി പൂക്കൈതക്കടവ് വെളിയങ്കോട് പ്രദേശങ്ങളിൽ സ്ഥലപരിശോധന നടത്തി. പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇനിയുമേറെ കടമ്പകൾ കടക്കണം. പൂക്കൈതക്കടവ് വെളിയങ്കോട് പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഇതിനകം നടന്ന സാമൂഹ്യാഘാത പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട് വിലയിരുത്തുന്നതിനുള്ള വിദഗ്ധ സമിതി നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പദ്ധതിക്കായി പൊന്നാനി നഗരം വില്ലേജിൽ 9 സർവേ നമ്പറുകളിൽ നിന്നും വെളിയങ്കോട് വില്ലേജിൽ 13 സർവേ നമ്പറുകളിൽ നിന്നുമായി 0.5415 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. സർക്കാർ സംരംഭമായ KRFBക്കാണ് നിർമ്മാണ ചുമതല. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ ചുമതല നിർവഹിക്കുന്നത് സ്പെഷ്യൽ തഹസിൽദാർ LA ആണ്. അതേസമയം വെളിയങ്കോട് പ്രദേശത്ത് സ്ഥലമുടമകളോട് ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് വിവിധ സർവേകൾ നടത്തുന്നതെന്നും കുറ്റി സ്ഥാപിച്ചിരിക്കുന്നതെന്നുമാണ് പ്രദേശവാസികളുടെ പരാതി. ചില ഭാഗങ്ങളിൽ റവന്യൂ ഭൂമി ഒഴിവാക്കിയാണ് സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിലൂടെ റോഡിന് മാർക്ക് ചെയ്തിരിക്കുന്നത്. പൊന്നാനിയിൽ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ സ്ഥലമുടമകളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സ്ഥലമുടമകളെ കബളിപ്പിക്കുന്ന രീതിയിലാണ് നടപടികൾ മുന്നോട്ടു പോകുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ പുഴയുടെ ഇരുഭാഗത്തുമുള്ളവർക്ക് 7 കിലോമീറ്ററിലധികം ദൂരം കുറയും. കർമ്മ റോഡുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതിയുടെ പ്രയോജനം പ്രദേശത്തിന് ലഭിക്കുകയും ചെയ്യും. വിദഗ്ധ സമിതിയുടെ നടപടിക്രമങ്ങൾക്കും സ്ഥല പരിശോധനയ്ക്കും ചെയർമാൻ ഡോക്ടർ M. ഉസ്മാൻ നേതൃത്വം നൽകി. ഈ പൊന്നാനി ഏരിയയിൽ 9 സർവേ നമ്പറും അതുപോലെ തന്നെ വെളിയങ്കോട് ഏരിയയിൽ 13 സർവേ നമ്പറും, അങ്ങനെ ആകെ 14 പേരാണ് ഈ പാലവുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെടുന്നത്. ഏകദേശം 1 ഏക്കർ 33 സെൻറ്റ് സ്ഥലമാണ് അതിന് വേണ്ടി ഏറ്റെടുക്കാൻ പോകുന്നത്. ഇതിൽ വീട് നഷ്ടപ്പെടുന്നുണ്ട്. ഇത് സമിതി പരിശോധിച്ചതിന് ശേഷം ഇത് വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്നതായിരിക്കും. 2 ആഴ്ചക്കകം ഇതിൻ്റെ റിപ്പോർട്ട് കളക്ടർക്ക് സബ്മിറ്റ് ചെയ്യും. ആ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാമൂഹ്യ ആഘാതങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൃത്യമായ ശുപാർശകൾ സർക്കാർ സമർപ്പിക്കുന്നതാണ്. സർക്കാർ അതിൻ്റെ മുകളിൽ നടപടി സ്വീകരിച്ച് പിന്നീട് ഭൂമി ഏറ്റെടുത്ത് പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമിതി അംഗങ്ങളായ ഡോക്ടർ R. സാജൻ, PC. അബിൻ, P. ഫാത്തിമത്ത് നൌറിൻ, പൊന്നാനി മുനിസിപ്പൽ കൗൺസിലർ VS. അശോകൻ, വെളിയങ്കോട് പഞ്ചായത്ത് മെമ്പർ സുമിത രതീഷ്, AI. അഫ്സൽ, ജിതിൻ B. നായർ എന്നിവർ സംബന്ധിച്ചു. പദ്ധതി ബാധിതർക്ക് നിയമാനുസൃതം പരമാവധി നഷ്ടപരിഹാരവും പുനരധിവാസവും നൽകി പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കാൻ സർക്കാരിന് ശുപാർശ സമർപ്പിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. NCV ന്യൂസ്, പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.